ഹായ് ഗൈസ്, നമ്മൾ ആദ്യം കോണൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് 10 to 15 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് അടി പിടിക്കാതെ നോക്കാം. അത് നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ പനീർ പുലാവ് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ക്യാരറ്റ്, ബീൻസ്, ഉള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ച് കുറച്ച് പോർഷൻ ഞങ്ങൾ സാലഡിന് വേണ്ടി അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന, ഇത് നമുക്ക് ആവശ്യമാണ്. പിന്നെ അരി കഴുകിയിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം നമ്മൾ ഡിപ്പ് ചെയ്ത് അരി കഴുകിയിട്ട് നമ്മളൊരു ബൗളിലാക്കിയാലും മതി. ബൗളിലാക്കി കുറച്ച് നേരം വയ്ക്കണം, ഒരു 10 to 15 മിനിറ്റ്സ്. പുതിന നമ്മൾ അതിൻ്റെ ഒരു പേസ്റ്റാക്കി, മല്ലി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് കുക്കർ എടുത്തിട്ട് അതിനകത്ത് നമ്മളിങ്ങനെ സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം നല്ലോണം സ്റ്റെർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നതിൽ സ്റ്റെർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കോണും എല്ലാം കൂടെ കുക്കറിനകത്ത് ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല മണം വരും. നമ്മളത് കുറച്ച് നേരം അടി പിടിക്കാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു പോർഷൻ പോലും നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട. എന്നിട്ട് പനീർ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ പാക്കറ്റായിട്ട് പനീർ കിട്ടും. എന്നിട്ട് നമുക്കത് 4ആയിട്ട് നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് ഒരു 15 മിനിറ്റ്സ് ചൂടാക്കിയ ശേഷം ആ ക്യൂബ്സ് എല്ലാം കൂടെ പനീർ ക്യൂബ്സ് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് കുറച്ച് ടഫായിരിക്കും ഇത് സ്റ്റെർ ചെയ്യാൻ. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ അടി പിടിക്കാതെ ഇങ്ങനെ സ്റ്റെർ ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റെർ ചെയ്യുക. ഓക്കെ, ഒരു 5 to 10 മിനിറ്റ്സ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഈ കോണൊന്നും അടിയിലോട്ട് പോകരുത്. അടിയിലോട്ട് പോകാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ സ്റ്റെർ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ അരി ഒരു 30 മിനിറ്റ്സ് ഇരുന്നിട്ടുണ്ടാവും. കംപ്ലീറ്റ് അരി എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നല്ലപോലെ സ്റ്റെർ ചെയ്യുക. കണ്ടോ, എന്ത് രസമാണ് ഇത് സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല മണം വരും. നല്ലൊരു കുക്കിംഗ് എക്സ്പീരിയൻസ് ആണ് പനീർ പുലാവ് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ നമുക്ക് സൺഡേസോ സാറ്റർഡേസോ ഇരിക്കുമ്പോൾ അധികം ടൈം എടുക്കത്തുമില്ല. ഒരു മാക്സിമം പോയാൽ 1 hour കൊണ്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ ക്യൂബ്സും കോണും അരിയും ബാക്കി വന്ന നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തതും. ഓക്കെ, ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാഷ്യൂവിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാഷ്യൂ പേസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതിനുശേഷം ചൂടുവെള്ളം വേണം, കുറച്ച് നേരം ചൂടാക്കിയ വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ചൂടുവെള്ളം ഇങ്ങനെ ആഡ് ചെയ്യുക. അതിൻ്റെ ആ ഒരു അരിയുടെ ലെവൽ എത്തുന്നവരെ നമ്മൾ ആഡ് ചെയ്യണം. ചൂടുവെള്ളം ആഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ എല്ലാ പോർഷനിൽ നിന്നും അരിയും ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത പോർഷൻസ് ഏതൊക്കെയാണ്? കോണുണ്ട്, പനീറുണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ കാഷ്യൂ പേസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മൾ വെള്ളം, അരിയെല്ലാം ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി ഈ പ്രോസസ്സിന് ഒരു 20 മിനിറ്റ്സ് എടുക്കും. എല്ലാം ഇളക്കുന്നതും അത്രയും കുക്കാവണം. എന്നിട്ട് മാത്രമേ നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നല്ലൊരു അവസ്ഥയായിട്ടുണ്ട്. ആക്ച്വലി നല്ലൊരു മണവും കിട്ടുന്നുണ്ട്. നമുക്ക് ചെറിയ പനീറിൻ്റെ അരിയുടെ ഫ്രൈ കുക്കാവുന്നതിൻ്റെ നല്ലൊരു മണം നമുക്ക് കിട്ടും. ഇനി നമ്മളത് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ ആദ്യം വയ്ക്കുക. ഒരു വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിട്ട് 15 മിനിറ്റിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ അടച്ചു വെച്ചു. ഇനി ഒരു വിസിൽ കേട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക, അല്ലെങ്കിൽ അത് മാറ്റി പുറത്ത് എവിടെയെങ്കിലും വയ്ക്കുക. ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തു. നമ്മുടെ സലാഡ്, ഒരു പിക്കിൾ ഞാൻ മേടിച്ചായിരുന്നു, ബീട്രൂട്ട് പിക്കിൾ. അത്യാവശ്യം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ബീട്രൂട്ട് പിക്കിളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് പിക്കിളും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ പനീർ പുലാവ് ഇതാ റെഡി ആയിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.